ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ ടൈം സീരീസ് അനാലിസിസ് ആണ്. ഇതെൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇതാദ്യമായിട്ട് കാണുന്നവർ എൻ്റെ 4 വീഡിയോസ് കണ്ടതിന് ശേഷം ഇത് കാണുക. വെച്ചാൽ ആ 4 വീഡിയോസിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ടൈം സീരീസ് അനാലിസിസ് പറയുന്നത്. KTUവിൻ്റെ മോഡ്യൂൾ 1ലെ ഡേറ്റ മൈനിങ് മോഡൽസിൻ്റെ ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പം ഇന്ന് നമുക്ക് പഠിക്കാം എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ടൈം സീരീസ് അനാലിസിസിൻ്റെ ഒരു ഡെഫിനിഷനാണ്: it is the value of an attribute is examined as it varies over time. The values usually are obtained as evenly spaced time points. എന്ന് വെച്ചാൽ ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ടൈം അനുസരിച്ച് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് പറയുന്നത് ടൈം സീരീസ് അനാലിസിസ്. ഈ ടൈം സീരീസ് അനാലിസിസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടൈം സീരീസ് പ്ലോട്ട്. എ ടൈം സീരീസ് പ്ലോട്ട് ഈസ് യൂസ് ടു വിഷ്വലൈസ് ദ ടൈം സീരീസ്. ഇനി ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു ടൈം സീരീസ് പ്ലോട്ടാണ്. ഇതിൻ്റെ അകത്ത് XYZ എന്ന് പറഞ്ഞ് 3 ലൈൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഇത് കണ്ടു കഴിഞ്ഞാൽ ഓരോ ലൈൻ്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേരിയേഷൻ്റെ ഒരു ടൈം സീരീസ് പ്ലോട്ടാണ്. ഇത് എവിടെയാണ് ഈ ടൈം സീരീസ് അനാലിസിസ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാമോ? It is used to predict the opening price of a stock exchange, and it is also used in hospitals for continuous monitoring of patients' heart rate. And time series plot, it can be used for hourly readings of air temperature. ഇവിടെ എല്ലാം എന്താണ് ടൈം സീരീസ് അനാലിസിസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത മോഡലാണ് പ്രഡിക്ഷൻ. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചറിലെ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്ത് എടുക്കുന്നതിനാണ് പറയുന്നത് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. It can be viewed as a type of classification. Prediction means we are predicting a future state rather than a current state. നമ്മളിപ്പോൾ പ്രഡിക്ഷൻ്റെ ആപ്ലിക്കേഷനാണ് ഫ്ലഡ് വരുന്നുണ്ടോ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമ്മൾ കാലാവസ്ഥ പ്രവചനമൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ എല്ലാം പ്രഡിക്ഷനാണ് യൂസ് ചെയ്യുന്നത്. സ്പീച്ച് റെക്കഗ്നേഷനിൽ, മെഷീൻ ലേണിങ്ങിൽ, പാറ്റേൺ റെക്കഗ്നേഷനിലൊക്കെ പ്രഡിക്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരാം.